ഗൈസ് എല്ലാവർക്കും ഹൈറ്റ ബ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേര് നമ്മളെ ചോർ ബസാറിലെ വീഡിയോക്കകത്ത് കാണിച്ചായിരുന്നു അസംബിൾ ചെയ്ത സ്പീക്കർ, ടവർ സ്പീക്കർ, അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്നൊക്കെ കുറച്ച് പേര് ആൾക്കാർ ചോദിച്ചേക്കുന്നു. ഞാൻ ഓൾറെഡി പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന ഈ സെയിം സാധനം തന്നെയാണ്. ഏകദേശം ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇരിക്കുന്ന ഞാൻ പറഞ്ഞ് ഉണ്ടാക്കിച്ച ആ ടവർ സ്പീക്കറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇടുന്നത് കേട്ടോ. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സാധനമാണ് എൻ്റെ ഒത്തിരി വലിപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുണ്ടാക്കിച്ചാണ്. ചോർ ബസാറിൽ വരുന്ന സാധനത്തിന് ഏകദേശം നമുക്കൊരു 1500 രൂപ റേറ്റ് വരുന്നത്. ഞാൻ 1000 രൂപയ്ക്ക് മതിയെന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത ഇവരുടെ കമ്പനിയുടെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. ജംഗോ എന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ അടുത്ത്. 2 സ്പീക്കർ വരുന്നുണ്ട്, പിന്നെ എൻ്റെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു സബ്ബാണ് വരുന്നത് കേട്ടോ, ഒരു വലിയ സബ്ബാണ് വരുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മൾ അസംബിൾ ചെയ്തെടുത്ത നമ്മുടെ സ്പീക്കർ. ഏകദേശം 2-2.5 വർഷമായിട്ട് നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ പറഞ്ഞ് ചെയ്യിച്ച സ്പീക്കർ കേട്ടോ. മൊത്തം തടിയിൽ ചെയ്തേക്കുന്നു കേട്ടോ. ഇതുണ്ടോ, മൊത്തം തടിയായി, ചെറിയ പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്, മൊത്തം തടിയാണ് വരുന്നത്. ജംകോ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇവർ തന്നെ അസംബിൾ ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ 2 സ്പീക്കർ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്പീക്കർ വരുന്നുണ്ട്, താഴെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം. നമ്മൾ ഒരു USB പച്ചാവെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു USB പോർട്ട് വരുന്നുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ വരുന്നത് പ്ലേ ആൻഡ് പോസ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റും പ്രീവിയസും വരുന്ന 2 ബട്ടൺസാണ് വരുന്നത്. പിന്നെ നടുക്ക് മോഡാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വെച്ചേക്കുന്ന മോഡെന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് വരുന്നുണ്ട്, ഓക്സ് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് ഓക്സും പിന്നെ FM-ഉം പിന്നെ മൈക്ക്. നമ്മളിത് ഒരു മൈക്കിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിൽ കൊടുത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് മൈക്കിൻ്റെ മോഡും കൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ വേണമെങ്കിൽ അവരത് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോൾ പൊടിയൊക്കെ ഉണ്ട്, യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം കേട്ടോ. അതുകൊണ്ടാട്ടോ ഇവിടെ നമ്മൾ വോളിയം ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണെന്ന് കണ്ടോ. ഇതിൻ്റെ വോളിയം ഇത് കണ്ടോ, ഈ താഴെ വരുന്നതാണ് ബാസ് വരുന്നത്. ഇതുണ്ട്, ബാസ് എഴുതിയിട്ടുണ്ട്. ബാസ് വരുന്നത് ഇത് ബാസ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും. പിന്നെ ഇതിൻ്റെ ട്രബിൾ വരുന്നത് ഇതിൻ്റെ കൂട്ടുന്നതും കുറയ്ക്കുന്നത്. ഇത് വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നത്. ഇത് 3 ഫംഗ്ഷൻസ്, ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വേറെ ഇതിനകത്ത് എന്താ പറയുന്നത്, മിക്സർ പോലത്തെ സാധനമൊക്കെ വേണമെങ്കിൽ അവരൊരു മേളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സാധനമുണ്ട്. അപ്പോൾ അതിനൊക്കെ എക്സ്ട്രാ റേറ്റ് വരും. മിക്സറൊക്കെ വേണമെങ്കിൽ അവർ അത് തന്നെ മേളിൽ സെറ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സബ്ബ് വരുന്നുണ്ട്. ഈ സബ്ബ് 6 ഇഞ്ചിൻ്റെ ഒരു സബ്ബ് കൊടുത്തേക്കുന്നത് ഉണ്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇപ്പം 2.5 വർഷം ആയിട്ടും ഒരു പതർച്ച പോലും ഇല്ലാത്ത സബ്ബാണ് വരുന്നത്. മൊത്തം നല്ല ഹൈ ക്വാളിറ്റി തടിയിൽ ചെയ്തേക്കുന്നുണ്ടോ, നല്ല തടിയിൽ വരുന്നത് എല്ലാം ചെയ്തേക്കുന്നത്. ഈ സൈഡിൽ വരുന്ന പറഞ്ഞാൽ മൊത്തം പ്ലെയിനാണ് വരുന്നത്. ഇത് സബിൻ്റെ മറ്റേ ഔട്ട്പുട്ട് വരുന്ന സാധനം നല്ല തടിയിലാണ് വരുന്നത്. ഇതാണ് നമ്മൾ വരുന്നത്. ഇത് ഏകദേശം വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 45 സെൻറ്റിമീറ്റർ വരുന്നത്. ഇത് ഫുള്ള് ഹൈറ്റ് 45 സെൻറ്റിമീറ്ററിൻ്റെ പൊക്കത്തിൽ ചെയ്തേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒരു TV സ്റ്റാൻഡിൽ വെക്കാൻ പറ്റുന്ന വലുപ്പത്തിൽ നമ്മൾ പറഞ്ഞ് ചെയ്യുന്ന സാധനം കേട്ടോ. ഇത് ബാക്ക് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ആൻറ്റിന വരുന്നുണ്ട്. ഒരു ആൻറ്റിന വരുന്നുണ്ട്. ഇത് മെയിനായിട്ടുള്ള പവർ ഓൺ പവർ ഓഫ് ബട്ടൺസ് ഇവിടെ വരുന്നത്. നല്ല ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് DJ സൗണ്ട്സ് 18,000 പോർട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. എന്താണ് മെയ്ഡ് ഇൻ ഇന്ത്യ, എല്ലാ സാധനം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് TV-യിൽ കൊടുക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. നമ്മൾ TV-യിൽ നിന്ന് മാറ്റുന്നില്ല. അപ്പോൾ TV-യെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവർ TV-യിലോട്ട് കൊടുക്കാനുള്ള ഓഡിയോ ഔട്ട്പുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ, ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു മൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ മൈക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. മൈക്കിൻ്റെ ഒരു പോർട്ട് തന്നിട്ടുണ്ട്, മൈക്ക് പോർട്ട് തന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് മറ്റേ 3.5mm ഓഡിയോ ജാക്കൊന്നും വെച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്കെല്ലാം അവർ വെച്ച് തരും കേട്ടോ. എല്ലാ സാധനവും സെറ്റ് ചെയ്ത് തരും. അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ വരുന്ന സാധനം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും സാധനം നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യണമെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, അവർ അഡീഷണൽ ആയിട്ട് ചെയ്ത് തരും. ഇതിനകത്ത് ഈ സംഭവമൊക്കെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ മതി. മൈക്ക് ഔട്ട്പുട്ടൊക്കെ എത്ര എണ്ണം വേണമെന്ന് അത് ചെയ്ത് തരും. പിന്നെ മറ്റേ ഓഡിയോ ജാക്ക് വേണ്ടവർ ഓഡിയോ ജാക്ക് സെറ്റാക്കി തരും. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫംഗ്ഷൻസും ഇവിടെ ഉണ്ടല്ലോ, എക്സ്ട്രാ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണമെങ്കിലുണ്ടല്ലോ അതെല്ലാം ചെയ്ത് തരും കേട്ടോ. USB പോർട്ട് വേറെ എന്തെങ്കിലും സാധനം ഇവിടെ വെക്കണമെങ്കിൽ അതെല്ലാം നമ്മൾ പറയുന്ന പോലെ എല്ലാ സാധനം വെച്ച്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ മേളിൽ മിക്സർ വരെ വെച്ചിട്ട് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇത് ഞാൻ മേടിച്ചത് ഇത്ര സാധനം സെറ്റ് ചെയ്ത് മേടിച്ചതിന് 1000 രൂപയായി കേട്ടോ. ഇത്ര നല്ല വെയിറ്റ് വരും, നല്ല ക്വാളിറ്റിയുള്ള തടിയൊക്കെ വെച്ച്. തടിയുടെ അല്ലാതെ വേറെ എന്തെങ്കിലും മെറ്റീരിയലൊക്കെ വരുമ്പോൾ അതൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഇതാണ് നമ്മൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഉപയോഗിക്കുന്ന സാധനം. ഈ ഇതുപോലത്തെ സാധനം തന്നെയാണ് ചോർ ബസാറിലും വെച്ചുകൊണ്ടിരിക്കുന്നത്, അസംബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റുള്ള സാധനം ആകുമ്പോൾ വലുതൊന്നും നമുക്ക്
ഒത്തിരി വലിയൊന്നും പാർസൽ അയക്കാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഈ സാധനം മേടിച്ച കടയിൽ അസംബിൾ ചെയ്ത് കൊടുക്കും. അവർ ഓൾ ഓവർ ഇന്ത്യ ഇത് ചെയ്യുന്നതാണ്, പാർസൽ ചെയ്യുന്ന. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അയച്ചു തരും. ആർക്കെങ്കിലും വേണേൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇതിനകത്ത് കുറച്ച് ഓഡിയോ ഔട്ട്പുട്ടും കാര്യങ്ങളും ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അങ്ങോട്ട് വീഡിയോയുടെ അവസാനമേ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്പീക്കറിൻ്റെ ക്വാളിറ്റി, സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഒരു ചെറിയ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ കടയിൽ നിന്ന് ചോർ ബസാറിൽ നമുക്ക് ഇത്രയും വെയിറ്റുള്ള സാധനം നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് കടയിൽ നിന്ന് നമ്മൾ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ പറഞ്ഞ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞാൽ മതി, ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കുമേ. അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.